ജീവകാരുണ്യ രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി മലപ്പുറം കൊണ്ടോട്ടിയിലെ ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ. ഓട്ടിസം ബാധിച്ചവരുടെ പുനരധിവാസമാണ് സ്റ്റെപ്സ് എന്ന പേരിലൊരുങ്ങുന്ന പുതിയ സ്ഥാപനത്തിന്റെ ലക്ഷ്യം. 1.5 ലക്ഷത്തോളം രോഗികൾക്കാണ് സെന്റർ നിലവിൽ സൗജന്യ ഡയാലിസിസ് നൽകിയിട്ടുള്ളത്. ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന് കീഴിലാണ് കൊണ്ടോട്ടിക്കടുത്ത് വെട്ടുകാട് സ്റ്റെപ്സ് ഒരുങ്ങുന്നത്. ഓട്ടിസം ഉൾപ്പെടെ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് സ്റ്റെപ്സ്. കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കഴിഞ്ഞ 10 വർഷമായി കൊണ്ടോട്ടിയിൽ പ്രവർത്തിക്കുന്ന ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെൻറ്റർ, അതിൻ്റെ മറ്റൊരു പുതിയ കാൽവെപ്പാണ് സ്റ്റെപ്സ്. ശിഹാബ് തങ്ങൾ എംപവർമെൻറ്റ് പാലിയേറ്റീവ് സോൺ എന്നാണ് അതിന് നാമകരണം ചെയ്തത്. ഓട്ടിസം ബാധിച്ച എത്രയോ കുട്ടികൾ, അതുപോലെ തന്നെ വീട്ടിൽ കിടപ്പിലായവർ, നോക്കാൻ ആരോരുമില്ലാതെ തണിയും തുണയുമില്ലാത്ത നിരവധി ആളുകൾ, അവർക്കൊക്കെ ഒരു ആശ്രയ കേന്ദ്രമായി ഈ സ്റ്റെപ്സ് ഉണ്ടാവും. 43 മെഷീനുകളിലായി 258 നിർധനരായ രോഗികൾക്ക് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. ഇതുവരെ 1.5 ലക്ഷത്തിലധികം സൗജന്യ ഡയാലിസിസുകൾ പൂർത്തിയാക്കി. ഈ ഓട്ടിസം ബാധിച്ച കുട്ടികളെ ഏകദേശം 300ഓളം കുട്ടികളെ ഒരു ദിവസം തന്നെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു പ്രൊജക്റ്റാണുള്ളത്. പിന്നീട് വീട്ടിൽ കിടപ്പിലായി പോയ ആളുകൾ, അവരെ ഞങ്ങളുടെ വാഹനം അവിടെ ചെന്ന് അവരെ കൊണ്ടുവന്ന് അവർക്ക് വേണ്ടതെല്ലാം നൽകുകയാണ്. രോഗപ്രതിരോധ ബോധവൽക്കരണത്തിനായി മൊബൈൽ ലബോറട്ടറി സംസ്ഥാനത്തിനകത്തും പുറത്തുമായി 500ലധികം മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. കൂടാതെ ഫിസിയോതെറാപ്പി യൂണിറ്റ്, ഭിന്നശേഷി തൊഴിൽ കേന്ദ്രം, വാട്ടർ അനാലിസിസ് മൊബൈൽ യൂണിറ്റ്, ആംബുലൻസ് സേവനം, പാരാമെഡിക്കൽ കോഴ്സുകൾ എന്നിവയും സെന്ററിന് കീഴിൽ പ്രവർത്തിക്കുന്നു. സുമനസ്സുകളുടെ സഹായത്താലാണ് മുന്നോട്ടുള്ള പ്രയാണം. 24 മലപ്പുറം.